നമസ്കാരം. ഒടുവിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വൈദ്യുതി ചാർജ് വർധന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്ന മൂന്നാമത്തെ വൈദ്യുതി ചാർജ് വർധനയാണ് ഇത്. ഒരു യൂണിറ്റിന് ഈ വർഷം 16 പൈസ, അടുത്ത വർഷം 12 പൈസ, ഇങ്ങനെയാണ് നിരക്ക് വർധന. 2.3% ശരാശരി നിരക്ക് വർധന. ഇത് അത്ര വലിയ ആഘാതമാണോ അതോ ചെറിയ തലോടൽ മാത്രമാണോ ഉപഭോക്താക്കൾക്ക് ഉണ്ടാക്കുന്നതെന്ന് വരും നാളുകളിൽ വ്യക്തമാകും. കാർഷിക വൈദ്യുതി നിരക്ക് നിലവിലുള്ള 2.3 ഇനി 2.35 ആകും. അടുത്ത വർഷം 5 പൈസയും കൂടും. വ്യവസായങ്ങൾക്ക് 2% നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായങ്ങൾക്ക് പകൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 10% കിഴിവാണ് നൽകുന്നത്. ഇനി വീടുകളിലെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ കാര്യം നോക്കിയാൽ ഈ മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ നിന്ന് രാത്രിയും പകലും 2 വ്യത്യസ്ത നിരക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം 20 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ തുടർച്ചയായി 3 വർഷം വൈദ്യുതി ചാർജ് വർധന നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മീറ്റർ വാടക ഇത്തവണ കൂട്ടിയിട്ടില്ല. മറ്റൊന്ന്, ആവശ്യക്കാർക്ക് പ്രതിമാസ ബില്ല് നൽകും എന്നൊരു പ്രത്യേകത കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ നിരക്ക് വർധന ഡിസംബർ 5 മുതൽ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട്. ഫിക്സഡ് ചാർജിലും വർധന വരുത്തിയിട്ടുണ്ട്. വൈദ്യുതി വാഹന ചാർജ് മറ്റൊരു അടിയാകും. അത് 5.5 നിന്ന് 7.15 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ശരാശരി നിരക്ക് 7.59 നിന്ന് 7.75 രൂപയാക്കിയിട്ടുണ്ട്. വേനൽക്കാലത്ത് അധിക നിരക്ക് എന്നത് ഇത്തവണ ഒഴിവാക്കുന്നുണ്ട്. മലയാളത്തിൽ ബിൽ നൽകും എന്നും പറയുകയാണ്. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ സോളാർ വൈദ്യുതിയുടെ ലഭ്യത കണക്കിലെടുത്ത് പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പകൽ സമയത്തെ നിരക്കിൽ 10% കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് 5 ലക്ഷത്തോളം സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്ക് ഗുണമാകും. ചെറുകിട വ്യവസായ മേഖലകളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ 10% കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായങ്ങളുടെ വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്തും. വ്യവസായ മേഖലയ്ക്ക് പ്രത്യേകം താൽപ്പര്യം നൽകുന്നതിനാൽ 2% വർധന മാത്രമേ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളൂ. മറ്റൊന്ന്, ടൂറിസം മേഖലയിലുള്ള ഫാം സ്റ്റേകൾ. ഇത് കാർഷിക, ഡയറി ഫാം ഉൾപ്പെടുന്നവയ്ക്ക് ഹോം സ്റ്റേ രീതിയിൽ ഗാർഹിക നിരക്കിൽ ചാർജ് ഈടാക്കും. സ്വകാര്യ ഹോസ്റ്റലുകളുടെ താരിഫിൽ 30% ഇളവുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, കേരളത്തിലെ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇവർക്കെല്ലാം സർക്കാർ സ്ഥാപനങ്ങളുടെ നിരക്കിലായിരിക്കും ചാർജ് ഈടാക്കുന്നത്. മാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരെ TOD നിരക്കിലേക്ക് മാറ്റി. ഓഡിറ്റോറിയം, കല്യാണ മണ്ഡപം, കൺവെൻഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഫിക്സഡ് ചാർജ് ഒഴിവാക്കി പകരം താൽക്കാലിക കണക്ഷന് അനുമതി നൽകി. ഇനി ചാർജ് വർധന ഇല്ലാത്തവരുടെ കാര്യം നോക്കാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ 1000 വാട്ട് കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെയുള്ളവർക്ക് ചാർജ് വർധനയില്ല. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ ബാധിതർ, അംഗപരിമിതി ഉള്ളവർ, ഇവർക്ക് പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് ലോഡ് പരിധി 1000 കിലോ വാട്ടിൽ നിന്ന് 2000 കിലോ വാട്ടാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇനി പുതിയ നിരക്ക് പ്രകാരം ഒരു മാസം എത്ര രൂപ ചാർജ് വരും എന്ന് നോക്കാം. 50 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് 210 രൂപയാകും. 100 യൂണിറ്റുകാർക്ക് 448, 150 യൂണിറ്റിന് 728, 200 യൂണിറ്റിന് 1120, 250 യൂണിറ്റിന് 1553, 300 യൂണിറ്റിന് 2190, 350 യൂണിറ്റിന് 2825, 400 യൂണിറ്റിന് 3340, 500 യൂണിറ്റിന് 4290, 550 യൂണിറ്റിന് 5240. ഇത് ഒരു മാസത്തെ ചാർജാണ്. ഇത് 2 മാസം ബില്ലിംഗ് ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായി കണക്കാക്കണം. ഈ വർഷത്തെ നിരക്കുകൾ 2025 മാർച്ച് 31 വരെയും അടുത്ത വർഷത്തേത് 2027 മാർച്ച് 31 വരെയുമാണ്. ഇതിനോടൊപ്പം കാലാകാലമുള്ള സർചാർജും നൽകേണ്ടി വരും. നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് നിരക്ക് വർധന നടപ്പിലാക്കുമ്പോഴും ഔദ്യോഗിക കണക്കിൽ 218.51 കോടി KSEBക്ക് ലാഭം കാണിക്കുന്നുണ്ട്. റെഗുലേറ്ററി കമ്മീഷന് KSEB നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാരണം നൽകിയത് പ്രകാരം 1700 കോടിയുടെ നഷ്ടം കാണിക്കുകയാണ്. പൊതുമേഖലാ ബാങ്കുകളിൽ 14,000 കോടി കടം, ശമ്പള ഇനത്തിൽ 3,600 കോടി, വൈദ്യുതി വാങ്ങുന്ന ഇനത്തിൽ 12,000 കോടി എന്നീ ചിലവുകളുമുണ്ട്. നിരക്ക് വർധനയോടെ KSEBക്ക് ഈ വർഷം 408 കോടി അധിക വരുമാനം കിട്ടുമെന്നാണ് പ്രതീക്ഷ. അടുത്ത വർഷം 695 കോടിയും കിട്ടും. വേനൽക്കാലത്ത് വൻവില കൊടുത്ത്
പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനാൽ ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് 10 പൈസയുടെ സമ്മർ താരിഫ് ഏർപ്പെടുത്തുവാനുള്ള ആശയം റെഗുലേറ്ററി കമ്മീഷൻ തള്ളിയിട്ടുണ്ട്. അത് ഒരു ആശ്വാസമായിരിക്കുകയാണ്. ഇതൊക്കെയാണ് വൈദ്യുതി ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകൾ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ക്ഷണിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ നൽകുക.